മുഖപ്രസംഗങ്ങൾ എഴുതി. അഴിമതിക്കെതിരായ പോരാട്ടത്തോട് അവരും അനുഭവം പ്രകടിപ്പിച്ചു. പൂജപ്പുര ജയിലിൽ നിന്ന് ആർ ബാലകൃഷ്ണപിള്ള അന്നാ ഹസാരേക്ക് വിജയാശംസ നേർന്നു എന്നാണ് ഒടുവിൽ കേട്ടത്. നേരല്ലെങ്കിൽ നുണയാകാനേ തരമുള്ളൂ. അഴിമതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ദേശീയ തലത്തിൽ പൊടിപാറുമ്പോൾ സോണിയാജി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേരളത്തിലെത്തി. ഇടതുപക്ഷ ഭരണം സർവ്വമേഖലകളിലും സമ്പൂർണ്ണ പരാജയമായിരുന്നുവെന്നും മാർക്സിസ്റ്റുകാർ വികസന വിരോധികളാണെന്നും മദാമ്മജി അടിച്ചുവിട്ടു. മദാമ്മയാണ് പറയുന്നതെങ്കിലും സംഗതി സത്യമാണ്. കോമൺവെൽത്ത്, 2G സ്പെക്ട്രം, യെസ് ബാൻഡ് മാതൃകയിലുള്ള കോൺഗ്രസിന്റെ വികസനം വെച്ച് നോക്കുമ്പോൾ CPMന്റെ ലാവ്ലിൻ മാതൃകയിലുള്ള വികസനം വളരെ പരിതാപകരം എന്ന് പറയാതെ വയ്യ. സംസ്ഥാനത്ത് UDFന്റെ വിജയം സുനിശ്ചിതമായതുകൊണ്ട് 3 മണ്ഡലങ്ങളിലെ സോണിയാജി പ്രസംഗിച്ചുള്ളൂ. സോണിയ ഹരിപ്പാട്ട് പോയി, പുതുപ്പള്ളിയിൽ ചെന്നില്ല. ഇതിന്റെ ആന്തരാർത്ഥം എന്താണെന്ന് ഫലപ്രഖ്യാപനം കഴിയുമ്പോൾ വ്യക്തമാകും. ഹരിപ്പാട്ടും തൃശൂരും കോഴിക്കോട്ടും മദാമ്മയുടെ പ്രസംഗം കേൾക്കാൻ ആൾ നന്നേ കുറവായിരുന്നു. ഒഴിഞ്ഞ കസേരകളോടാണ് സോണിയാജി വികസനത്തെക്കുറിച്ച് വാചാലമായി സംസാരിച്ചത്. യോഗത്തിന് ആൾ കുറഞ്ഞത് AICCയെ ബേജാറാക്കി. ഉടൻ വിശദീകരണം നൽകണം എന്ന് KPCCയോട് ആവശ്യപ്പെട്ടു. മീനമാസത്തിലെ നട്ടപ്പുറ വെയിലത്ത് മദാമ്മയുടെ പ്രസംഗം കേൾക്കാൻ മാത്രം മന്ദബുദ്ധികളല്ല കേരളത്തിലെ കോൺഗ്രസുകാർ. അത് തുറന്നു പറയാൻ തലേക്കുന്നിൽ ബഷീറിന് കരളുറപ്പുണ്ടാകില്ല എന്നത് വേറെ കാര്യം. സോണിയയുടെയും ചെന്നിത്തലയുടെയും പ്രസംഗം കേൾക്കാൻ ആളില്ലാത്തതുകൊണ്ട് കോൺഗ്രസ് സിനിമാ നടന്മാരെയും സിന്ധു ജോയിയെയുമാണ് ആശ്രയിക്കുന്നത്. ഹാസ്യ നടന്മാരായ ജഗദീഷും സലീം കുമാറുമാണ് പ്രചരണ രംഗത്തെ താരങ്ങൾ. അടുത്ത ഘട്ടത്തിൽ അഭിലാഷയെയും ഷക്കീലയെയും കൊണ്ടുവരാനാണ് പരിപാടി. ഏതായാലും അച്യുതാനന്ദന്റെ പ്രസംഗം കേൾക്കാൻ എവിടെയും വമ്പിച്ച ജനക്കൂട്ടമാണ്. മീനവെയിലും വേനൽ മഴയും കൊടുങ്ങല്ലൂർ ഭരണിയും ഒന്നും മൂപ്പർക്ക് പ്രശ്നമല്ല, കേൾവിക്കാർക്കും പ്രശ്നമല്ല. പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ മത്സരിക്കുന്ന വേങ്ങര മണ്ഡലത്തിലും അച്ചുമ്മാനെ കാണാൻ ആളേറെ കൂടി. സ്വയം പ്രവാചകരായി ഭാവിക്കുന്ന ഖുറൈശികൾക്കെതിരെ ഇടിവെട്ട് പ്രസംഗമാണ് കാരണവർ പാസാക്കിയത്. ഈ പോക്ക് പോയാൽ വേങ്ങരയിൽ കുറ്റിപ്പുറം ആവർത്തിക്കും എന്നാണ് കുബുദ്ധികൾ പറയുന്നത്. കുഞ്ഞാപ്പ പുലിയാണെങ്കിൽ അച്ചുമ്മാൻ സിംഹമാണ്. മന്ത്രിസഭയ്ക്ക് അകത്തും പുറത്തും അച്യുതാനന്ദനെ അതിനിശിതമായി വിമർശിച്ച, ലെനിനിസ്റ്റ് സംഘടനാ തത്വം ലംഘിച്ചതിന് കാരണവരെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്ന് വാദിച്ച ആളാണ് ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. ഇതാ ഐസക് മുതലാളി ആലപ്പുഴയിൽ അച്യുതാനന്ദന്റെ പടം വെച്ച് പോസ്റ്റർ അടിച്ച് പ്രചരണം നടത്തുന്നു. ഹിന്ദുക്കളുടെ വീട്ടിൽ ചോറ്റാനിക്കര ഭഗവതിയുടെയും ക്രിസ്ത്യൻ വീടുകളിൽ അന്തോണിസ് പുണ്യാളുടെയും പടം കാണിച്ച് ഭിക്ഷയായിച്ചിരുന്ന പാഷാണം വർക്കി കൊടുങ്ങല്ലൂരടുത്ത് കോട്ടപ്പുറം സ്വദേശിയാകാനേ തരമുള്ളൂ. ആരോപണ പ്രത്യാരോപണങ്ങളുമായി തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊണ്ടു. AK ആന്റണി പരാജയപ്പെട്ട പുണ്യവാളനാണെന്ന് CK ചന്ദ്രപ്പൻ പരിഹസിച്ചു. ആദർശധീരനും പരാജിതനുമായി അഭിനയിച്ച് മനുഷ്യരെ മണ്ടന്മാരാക്കുന്ന മഹാബുദ്ധിമാനാണ് അന്തോണിസ് പുണ്യാളൻ. അദ്ദേഹത്തിന്റെ അഭിനയ സിദ്ധിക്ക് മുമ്പിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നുമല്ല. ലതിക സുഭാഷിന്റെ പ്രാഗൽഭ്യത്തെക്കുറിച്ച് അച്യുതാനന്ദൻ നടത്തിയ പരാമർശങ്ങൾ വിവാദമായി. കോട്ടയം പത്രങ്ങൾ അതൊരാഗോള പ്രശ്നമാക്കി അവതരിപ്പിച്ചു. മലയാള മനോരമ എഡിറ്റ് പേജിൽ പ്രതികരണ തൊഴിലാളികളുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് പ്രസിദ്ധീകരിച്ചു. പിറ്റേന്ന് ദീപിക മുഖപ്രസംഗം എഴുതി. ലതികയെക്കുറിച്ച് തനിക്ക് മതിപ്പാണെന്നും അവരുടെ അനിതര വനിതാ സാധാരണമായ കഴിവുകളെക്കുറിച്ച് ബഹുമാനം മാത്രമേ ഉള്ളൂ എന്നും അച്യുതാനന്ദൻ പിന്നീട് വ്യക്തമാക്കി. പക്ഷേ സിൻഡിക്കേറ്റുകാർക്ക് അത് ബോധ്യമായിട്ടില്ല. ലതിക തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു. മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജിയും ബോധിപ്പിച്ചു. ഫലപ്രഖ്യാപനം കഴിയുന്ന മുറയ്ക്ക് തെരഞ്ഞെടുപ്പ് കേസ് കൊടുക്കും. അഥവാ ലതിക വേണ്ട എന്ന് വച്ചാലും മനോരമ വെറുതെ വിടുകയില്ല. ഉന്നയി വിടമാറ്റെ. സിൻഡിക്കേറ്റ് പത്രങ്ങളുടെ ദുഷ്പ്രചരണങ്ങൾക്കെതിരെ അച്ചുമ്മാൻ ആഞ്ഞടിച്ചു. പത്രങ്ങൾ കൊട്ടേഷൻ സംഘങ്ങളുടെ പണി ചെയ്യരുത് എന്ന് ഗുണദോഷിച്ചു. തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ വിഷം കഴിച്ച് മരിക്കരുതെന്ന് മാമൻ മാത്യുവിനെ മുൻകൂറായി ഉപദേശിച്ചു. മാതൃഭൂമിയുടെയും മലയാള മനോരമയുടെയും മുതലാളിമാരെക്കാൾ ഉളുപ്പുള്ളവരാണ് മലയാളക്കരയിലെ കൊട്ടേഷൻ സംഘങ്ങൾ. അവർ മുഖ്യനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ സകല സാധ്യതയും കാണുന്നു. ലതികയെക്കുറിച്ചുള്ള മുഖ്യന്റെ പരാമർശങ്ങൾ കേട്ടപ്പോൾ മനോരമയേക്കാൾ ആവേശം കൊണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വയം പ്രഖ്യാപിത സുപ്പീരിയർ അഡ്വൈസർ ആയിരുന്നു.
VS ഖേദം പ്രകടിപ്പിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അച്യുതാനന്ദൻ ഖേദം പ്രകടിപ്പിച്ചാലും ഇല്ലെങ്കിലും അഴീക്കോട് ക്രോധം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിനുള്ള ചികിത്സ പടിഞ്ഞാറേക്കോട്ടയിൽ ലഭ്യമാണ്. അതിനാര് മുൻകൈയെടുക്കും എന്ന ചോദ്യം ബാക്കി. VS അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയത്തിലെ ശകുനിയാണെന്ന് മഹാത്മാ MM ഹസൻ അഭിപ്രായപ്പെട്ടു. ഹസൻജിയുടെ അഭിപ്രായം പ്രമുഖ പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. ഇതേ മാനദണ്ഡമനുസരിച്ചാണെങ്കിൽ MM ഹസൻ കേരള രാഷ്ട്രീയത്തിലെ ശിഖണ്ഡിയാണെന്ന് സഖാക്കൾക്കും പറയാവുന്നതാണ്. MM ഹസന് വോട്ട് ചോദിച്ചുകൊണ്ട് തയ്യാറാക്കിയ 100 കണക്കിന് ഫ്ലക്സ് ബോർഡുകൾ ആലപ്പുഴ ജില്ലയിലെ താമരക്കുളത്ത് അനാഥാവസ്ഥയിൽ കഴിയുന്നു എന്ന് ദേശാഭിമാനി സങ്കടസമേതം റിപ്പോർട്ട് ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഹസൻജിക്ക് സീറ്റ് കിട്ടാനിടയില്ല. പൊടി തുടച്ച് സൂക്ഷിച്ചു വെക്കുന്ന പക്ഷം ഈ ഫ്ലക്സ് ബോർഡുകൾ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാവുന്നതാണ്. MM ഹസനും T സിദ്ദിഖിനും സീറ്റ് നിഷേധിച്ച കോൺഗ്രസിന്റെ സവർണ ഫാസിസ്റ്റ് മൂരാച്ചി നായർ ജമാഅത്തെ ഇസ്ലാമിയുടെ തിങ്ക് ടാങ്ക് C ദാവൂദിനെ അസ്വസ്ഥനാക്കി. അദ്ദേഹം മാധ്യമത്തിന്റെ എഡിറ്റ് പേജിൽ നല്ലൊരു കുറിമാനം പാസാക്കി. ദാവൂദ് അടക്കമുള്ള ജമാഅത്തെ നേതാക്കളുടെ കോൺഗ്രസ് വിരോധം ഹമീദ് വാണിമേലിനെയും കോപാകുലനാക്കി. അദ്ദേഹം സംഘടനയിൽ നിന്ന് രാജിവെച്ചു. വാർത്ത സകല പത്രത്തിലും വലിയ പ്രാധാന്യത്തോടെ വന്നു. ജമാഅത്തെ ഇസ്ലാമിയിൽ ആശയക്കുഴപ്പം, പൊട്ടിത്തെറി എന്നൊക്കെ ഓരോരുത്തരും അവരവരുടെ ഭാവനക്കൊത്ത് റിപ്പോർട്ടുകൾ ചമച്ചു. താൻ എന്തുകൊണ്ട് സംഘടന വിട്ടു എന്ന് വിശദീകരിച്ചുകൊണ്ട് ഹമീദ് എഴുതിയ ലേഖനം ചന്ദ്രിക എഡിറ്റ് പേജിൽ പ്രസിദ്ധീകരിച്ചു. അതോടെ ഹമീദിന് പിന്നിൽ കുഞ്ഞാപ്പയാണെന്ന കാര്യം പകൽ പോലെ വ്യക്തമായി. ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തിയെന്ന് പിണറായി സഖാവ് സമ്മതിച്ചു. അത് കേട്ട് കോൺഗ്രസ് ലീഗ് നേതാക്കൾ വാളെടുത്തു. കോൺഗ്രസ് നേതാക്കളുമായും ചർച്ച നടത്തിയെന്ന് ജമാഅത്തെ അമീർ T ആരിഫ് അലി വ്യക്തമാക്കി. അതോടെ അഹിംസ പാർട്ടിക്കാരുടെ ഗ്യാസ് പോയി. പാർട്ടി പറഞ്ഞിട്ടല്ല, താൻ സ്വന്തം നിലക്കാണ് ഹിറ സെന്ററിൽ ചർച്ചയ്ക്ക് പോയതെന്ന് MI ഷാനവാസ് വ്യക്തമാക്കി. തീവ്രവാദി സംഘടനകളുടെ തോളിൽ കൈയിട്ട് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കിയ ഷാനവാസിനെതിരെ നടപടിയെടുക്കണമെന്ന് മുതിർന്ന നേതാവ് TH മുസ്തഫ ആവശ്യമുന്നയിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MI ഷാനവാസ് എങ്ങനെയാണ് സീറ്റ് സംഘടിപ്പിച്ചത് എന്നുകൂടി മുസ്തഫ അന്വേഷിക്കുന്നത് നന്നായിരിക്കും. മലയാളം വാരികയുടെ തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ പുറത്തിറങ്ങി. മുന്നണി ഭേദമന്യേ നല്ല സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന ആഹ്വാനമാണ് വാരിക മുന്നോട്ട് വയ്ക്കുന്നത്. K സുരേഷ് കുറുപ്പ്, CP ജോൺ, K രാധാകൃഷ്ണൻ, KK ശൈലജ, ഹൈബി ഈഡൻ, ഡോക്ടർ MK മുനീർ, TV രാജേഷ്, KM ഷാജി, P ശ്രീരാമകൃഷ്ണൻ, രാജാജി മാത്യു തോമസ് എന്നിങ്ങനെ സാമാന്യം നീണ്ട ലിസ്റ്റാണ് വാരിക പുറത്തിറക്കിയിട്ടുള്ളത്. നിർബന്ധമായും തോൽപ്പിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക കൂടി പ്രസിദ്ധീകരിച്ചിരുന്നുവെങ്കിൽ വോട്ടർമാർക്ക് എളുപ്പമായേനെ. UDFനെ വമ്പിച്ച വിജയം പ്രവചിച്ചുകൊണ്ട് ഇന്ത്യ ടുഡേ പുറത്തിറങ്ങി. ഐക്യമുന്നണിക്ക് 48% വോട്ടും 96 സീറ്റും കിട്ടും. ഇടതു മുന്നണിക്ക് 40% വോട്ട്, വെറും 41 സീറ്റ്. മറ്റുള്ളവർക്ക്, അതായത് BJP, PDP, SDPI എന്നീ പാർട്ടികൾക്ക് എല്ലാവർക്കും കൂടി 12% വോട്ടും 3 സീറ്റും കിട്ടും. മേൽപ്പറഞ്ഞ 3 സീറ്റ് BJPക്കോ PDPക്കോ അസാധുവിനോ എന്ന് ഇന്ത്യ ടുഡേക്ക് മാത്രമേ അറിയാവൂ. UDF ജയിക്കും എന്ന് പ്രവചിക്കുന്ന ഏഷ്യാനെറ്റും ഉമ്മൻചാണ്ടി ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മനോരമയും പോലും 96 സീറ്റ് സ്വപ്നം കാണുന്നില്ല. ഇന്ത്യ ടുഡേയുടെ പകൽ സ്വപ്നം പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണപ്പണിക്കരുടെ ജ്യോത്സ്യത്തോളമെങ്കിലും വിശ്വാസയോഗ്യം ആകേണ്ടിയിരുന്നു. ഇന്ത്യ രാജ്യത്ത് എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും അഭിപ്രായ വോട്ടെടുപ്പ് നടത്തുന്ന പ്രസിദ്ധീകരണമാണ് നമ്മുടെ തമ്പിച്ചായന്റെ ദ വീക്ക്. ഇക്കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിന് വരെ ആ ചായൻ